കർത്താവെ, വിശുദ്ധ ബൈബിളിലെ സ്വർഗീയ ഇടങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് വചനം പറയാനായിട്ട് വന്നിരിക്കുന്ന മകനെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കാനായി തയ്യാറായി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള അങ്ങയുടെ വചനം, പാറയെ തകർക്കുന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തക്കവിധം ആത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവെ, ഞങ്ങൾ അങ്ങേ തിരുമുൻപാകെ ആയിരിക്കുന്നു. വചനം പറയുന്ന മകനെയും കേൾക്കുന്ന ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവെ, നന്ദി. നന്ദു ബ്രദറെ, തുടങ്ങാം നമുക്ക്. തുടങ്ങാം, ആരംഭിക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു വിഷയമാണ് അല്ലെ. നമുക്ക് ആ വിഷയത്തെ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ പറയാം. ബൈബിളിലെ പറദീസകൾ സ്വർഗീയ ഇടങ്ങൾ എന്ന് പറയുന്നത് ശരി തന്നെ. ബൈബിളിലെ പറദീസകളെ പറ്റി ചിന്തിക്കാം. നമുക്കതിന്റെ ആരംഭം എന്ന് കുറിക്കാം. എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ആ വിഷയമായിട്ട് പോവാം, അല്ലെങ്കിൽ മറ്റേതിലേക്ക് മാറിപ്പോവാം. മറ്റു ധാരാളം വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പൊ പറദീസകളെ പറ്റി ധാരാളം ഇടത്ത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് സുപരിചിതമായ പറദീസ തന്നെ ആദ്യം നമുക്ക് കാണാം. പറദീസ അല്ലേ, അതിന്റെ പശ്ചാത്തലം നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഈ പറദീസയെ കുറിച്ച് പറയുന്ന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറദീസയെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം എടുത്തോളൂ, 2-ാമത്തെ അധ്യായം എടുത്തോളൂ. അവിടെ പറദീസയെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ആ തോട്ടത്തെ പറ്റി പറയുന്ന കാര്യം നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. അപ്പൊ അത് കാണുന്നതിന് മുമ്പ് നമ്മള് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏദൻ തോട്ടം ഉൽപ്പത്തി 2-ലാണ്, 2-ന്റെ 5-ാം വാക്യത്തിലാണ് ഏദൻ തോട്ടം എന്നുള്ള ഹെഡിങ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പറദീസയെ കുറിച്ച് പറയുന്ന ഭാഗം. തൊട്ട് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ വചനം പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, പഴയ നിയമവും പുതിയ നിയമവും ബന്ധപ്പെടുത്തിയായിട്ടാണ് നമ്മൾ വചനം പഠിക്കുന്നത്. അപ്പൊ പഴയ നിയമം പുതിയ നിയമം നിഴലുകളായിട്ടും പുതിയ നിയമം പൊരുളുകളായിട്ടും ആ പാറ്റേണിലാണ് നമ്മൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പഠനത്തെ പറയുന്ന പേരാണ് ടൈപ്പോളജി എന്നാണ് പറയാ. ടൈപ്പോളജി, ടൈപ്പ്, ആന്റി ടൈപ്പ്, നിഴലും പൊരുളും. ആ പാറ്റേണിലാണ് നമ്മൾ ബൈബിൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാടൊക്കെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യത്തിലാണ് ഏദൻ തോട്ടത്തെ കുറിച്ച് പറയുന്നതെങ്കിലും 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യം തന്നെ ഒന്ന് വായിച്ചേ. 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. അപ്പൊ അതിന്റെ ആദ്യത്തെ വാക്യം തന്നെ, ഉൽപ്പത്തി 2-ന്റെ 1-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കണേ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. അങ്ങനെ ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ച് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ ഏദൻ തോട്ടത്തിന്റെ കാര്യം ഉൽപ്പത്തി 2-ന്റെ 5 മുതൽ വാക്യങ്ങളിൽ പറയുന്നത്. എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം, ദൈവം തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഏദൻ തോട്ടം ഉണ്ടാക്കി എന്ന് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം എടുത്ത യോഹന്നാന്റെ സുവിശേഷം 19. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 30-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 30-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അപ്പൊ എല്ലാം പൂർത്തിയായെന്ന് ഈശോ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-30 എല്ലാം പൂർത്തിയായി.
എന്നിട്ട് യേശു കുരിശിൽ മരിക്കാണല്ലോ, ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് യേശു മരിക്കുന്നു. ഇനി യേശുവിന്റെ മരണം കഴിഞ്ഞു, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷം ബന്ധുക്രിസ്ത. ആ ബന്ധുക്രിസ്തയുടെ അവസരത്തിലാണ് എന്തെന്ന് ദൈവാത്മാവ് വന്ന് സഭയെ രൂപപ്പെടുത്തിയത്. സഭയെ രൂപപ്പെടുത്തി. ശരിക്കും ആ സഭ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദം എക്ലേസിയ എന്ന വാക്കാണ്. എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം. അത് ശരിക്കും ഒരു പറുദീസായുടെ അനുഭവമാണ് അവിടെ. ഇനി ഞാൻ പറഞ്ഞ ആദ്യ ഭാഗം രണ്ടാം ഭാഗം കൂടെ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 2:1 പറയുന്നു, അങ്ങനെ ആകാശഭൂമി സൃഷ്ടിച്ച് ദൈവം എല്ലാം പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയതിനു ശേഷമാണ് എന്തുണ്ടാക്കുന്നത്? പറുദീസ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ യേശുവിന്റെ കുരിശുമരണത്തിൽ യേശു പറയുന്നു എല്ലാം പൂർത്തിയായി. ഉൽപ്പത്തിയുടെ പുസ്തകം 2 ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ എല്ലാം പൂർത്തിയായി എന്ന് കർത്താവ് പറയുന്നു. ഉൽപ്പത്തി 2 ആദ്യ വാക്യത്തിൽ പറഞ്ഞ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഈ പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എന്നാണ് അവിടെ സൂചന. എന്നാൽ പിന്നെ യോഹന്നാൻ 19:30 എന്ത് പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്? അവിടെ പൂർത്തിയായത് വീണുപോയ മനുഷ്യന്റെ രക്ഷാകരമായിട്ടുള്ള അവനെ ആത്മരക്ഷയിലേക്ക് നയിക്കേണ്ട കാര്യങ്ങൾ എല്ലാം യേശു പൂർത്തിയാക്കി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നതാണ് അർത്ഥാക്കണേ. ഇനി പാപത്തിന്റെ പരിഹാരങ്ങളൊക്കെ കർത്താവ് ചെയ്തു. മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം താൻ ചെയ്തു. അതിനുശേഷമാണ് എന്തെന്ന് സഭ വരുന്നത്. സഭ അതിനുശേഷമാണല്ലോ. അതിനു മുമ്പ് സഭയില്ലല്ലോ. സഭയില്ല. കർത്താവിന്റെ മണവാട്ടി സഭ എന്ന് പറയുന്നത് അതിനുശേഷമാണ്. അപ്പോ നമുക്ക് ടൈപ്പോളജി അനുസരിച്ച് അല്ലെങ്കിൽ നിഴൽ പൊരുൾ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നല്ലൊരു പറുദീസകൾ എന്ന് പറയുന്നത് പല പറുദീസകളുണ്ട്. അതിലേക്ക് ഞാൻ ഇന്ന് കടക്കണുള്ളൂ. അപ്പൊ ഇതൊന്ന് കൂട്ടി ചിന്തിക്കുക. ആദ്യം പഴയ നിയമത്തിൽ ഉൽപ്പത്തി 2 ആദ്യ ഭാഗത്ത് പ്രപഞ്ച സൃഷ്ടി പരിപൂർണമാക്കിയ ദൈവം അതിനുശേഷം ഏദൻ തോട്ടം സൃഷ്ടിക്കുന്നു. ഏദൻ തോട്ടം എന്ന് പറയുന്നതിനേക്കാൾ ഏദനിൽ ഒരു തോട്ടം എന്നാണ് ബൈബിളിൽ നമുക്കത് കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ അതിന്റെ ഉൾപ്പൊരുൾ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണം അവനെല്ലാം പൂർത്തിയാക്കി. മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാം പൂർത്തിയാക്കി. അതിനുശേഷമാണ് കർത്താവ് തന്റെ സഭയെ രൂപപ്പെടുത്തുന്നത്. കണ്ടോ? ആ നിഴൽ പൊരുൾ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരൂ. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. അവിടെയാണല്ലോ നമ്മൾ ഏദൻ തോട്ടത്തെ കുറിച്ച് കണ്ടത്. ഇനി നമുക്ക് ആ ഭാഗങ്ങളൊന്ന് ശരിയായിട്ടൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കണം. അതിന്റെ 5 മുതൽ 17 വരെ വാക്യങ്ങളാണ് വായിക്കേണ്ടത്. 5 മുതൽ 17 വരെ വാക്യങ്ങൾ. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളും ഉണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. മതി. അപ്പോ 2-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ ഉൽപ്പത്തി 2-ന്റെ 5 മുതൽ 17 വരെ വാക്യങ്ങളിലാണ് ഏദൻ തോട്ടത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോ
ഒരു പറുദീസ തന്നെയാണ്. അതായത് വേദപുസ്തകത്തിലെ പറുദീസകളാണ് നമ്മൾ കാണുന്നത്, അഥവാ സ്വർഗീയ ഇടങ്ങൾ. അല്ല, ഇത് ആദ്യത്തെ പറുദീസയല്ല സത്യത്തിൽ. പക്ഷെ ഇതില്ല നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ആദ്യത്തെ ആയിട്ട് ഇതല്ല, ഇത് ഒരു പറുദീസയായിട്ട് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ 6-7 ഞാൻ കാണിക്കും. പക്ഷെ ഇപ്പൊ ഇന്ന് ഇത് തന്നെ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചു പോയാൽ നമുക്ക് അതൊന്നും വേണ്ടവിധം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് തോട്ടമുണ്ടാക്കിയ സന്ദർഭത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, അല്ലേ? നമ്മള് ഉൽപ്പത്തി 2:5 മുതലാണ് ഏദൻ തോട്ടത്തെ കുറിച്ച് കാണുന്നെങ്കിലും അതിന്റെ തൊട്ടു മുമ്പിലുള്ള വാക്യം മറക്കരുത്. എന്താണ്? എല്ലാം പൂർത്തിയായി. എല്ലാം അവിടെ എഴുതിയാണ് വാക്ക്. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമാക്കി. ആ പൂർണ്ണമാക്കിയതിന് ശേഷമാണ് പിന്നീട് താഴേക്ക് വായിക്കുമ്പോഴാണ് ഏദൻ തോട്ടത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഇതുപോലെ പുതിയ നിയമത്തിൽ ഈശോ കുരിശിൽ മരിച്ച് എല്ലാം പൂർത്തിയാക്കി എന്ന് പറയുന്നു. അതിനുശേഷമാണ് സഭയുടെ രൂപീകരണം. അപ്പോ ഈ പറുദീസ രൂപപ്പെടുത്താനുള്ള, പഴയ നിയമത്തിലെ പറുദീസ രൂപപ്പെടുത്തുന്ന പശ്ചാത്തലമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി നോക്കുക, ഈ പറുദീസയിലാണ് മനുഷ്യനെ ആക്കിയത്, അല്ലേ? അതാണ് 2:8 വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. അപ്പോ കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഏദൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ അകത്തൊരു തോട്ടം ഉണ്ടാക്കി. നമ്മളതിനെ ഏദൻ തോട്ടം എന്ന് പറയുന്നു. ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിലാണ് ആരെയാക്കിയത്? മനുഷ്യനാക്കിയത്. ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ജീവിക്കാൻ പറ്റാത്ത പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ദൈവം മനുഷ്യനെ ആക്കിയത്. മനുഷ്യനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും അവരെ ജീവിക്കാനായിട്ടും ആനന്ദിക്കാനായിട്ടും പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം അവനെ ആക്കി വെച്ചത്. അതാണ് ഉൽപ്പത്തി 2:8. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. അപ്പോ ദൈവം എപ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നൽകിയ ആളാണ് ദൈവം. നമ്മൾ പലപ്പോഴും പലർക്കും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാണോ അതോ എന്തെങ്കിലും കൊടുക്കാണോ, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവം ഏറ്റവും നല്ലതാണ്. തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിലാണ് മനുഷ്യനെ താമസിപ്പിച്ചത്. ദൈവത്തിന്റെ തിരുഹൃദയം ഒന്ന് കാണൂ. ഇതുപോലെ തന്നെ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോ ദൈവം എവിടെയാണ് തന്റെ സഭയെ ആക്കി വെക്കുന്നത്? അതിനുമുമ്പ് ഇത് തോട്ടം ആയിട്ട് ഈ തോട്ടത്തെ, സഭയെ തോട്ടം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാം. ഇനി നമ്മൾ കാണേണ്ടത്, അപ്പോ ഇവിടെ തോട്ടത്തിലാക്കി എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ എവിടെയാണ്? അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരണേ. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം, പ്രവർത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ 47-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവർത്തനം 2-ന്റെ 47-ാം വാക്യം. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നത് വരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അത് തന്നെ. ഒരാൾ കൂടെ വായിച്ചോ? അപ്പോസ്തല പ്രവർത്തനം 2-ന്റെ 47. ഒരാൾ കൂടെ വായിച്ചോ? അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്ന കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പോ പഴയ നിയമത്തിൽ എവിടെയാ ചേർത്തത്? ആദത്തെ ഹവയും പറുദീസായിൽ ആക്കി വെച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നവരെ സഭയോട് ചേർത്തു. അതിങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും സഭയോട് ചേർന്ന ആൾക്കാരുണ്ട്. മാനസാന്തരപ്പെട്ട് ഒരു രൂപാന്തരീകരണം പ്രാപിച്ച ആളുകളെയാണ് സഭയോട് കർത്താവ് ചേർത്തുകൊണ്ടിരുന്നത്. ആദിമസഭയിൽ അങ്ങനെയായിരുന്നേ. അങ്ങനെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ 12 എന്താണ് പറയാ, ഒരു ഡാർക്ക് ഏജ് ആണ്. വെളിച്ചം ഇല്ലാത്ത ഇരുണ്ട കാലഘട്ടം. സഭയെ ദൈവം എന്താക്കിയാണ് വെച്ചിരിക്കുന്നത്? സഭയെ വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, തണ്ടിന്മേലാണ് വെക്കുക, അല്ലെങ്കിൽ പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോഴാണ് എല്ലാവർക്കും പ്രകാശം കിട്ടുന്നത്. പക്ഷെ ഒരു എന്താണ് പറയാ, സഭ അല്ലെങ്കിൽ
ഈ ഇരുണ്ട കാലഘട്ടത്തിലൂടെ പോയൊരു കാലഘട്ടമുണ്ട്. ഈ ഇരുളിമ സഭ എപ്പോഴും വെളിച്ചം കൊടുക്കേണ്ടതാണ്. ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചെന്തിനാണ്? പ്രകാശം കൊടുക്കാനാണ്. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുതെന്ന് പറഞ്ഞത് മുകളിലല്ല ഉയർത്തി വെച്ചിരിക്കുന്നത്. അതും സഭയുടെ ഒരു നിഴലാണ്. എന്തെന്നാ? ഉയർന്നു നിൽക്കണം, പീഠത്തിന്മേൽ നിൽക്കണം, വെളിച്ചമായി തീരണം. പക്ഷെ വെളിച്ചമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പല സന്ദർഭങ്ങളിലും. എന്നാൽ ധാരാളം സന്ദർഭങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് താനും. അപ്പൊ ഇവിടെ 47-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവർത്തനം 2:47 നമ്മൾ കാണുന്നു, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ അതിന്റെ നിഴൽ എന്താണ്? പറുദീസായിൽ ആദത്തെ ഹവ്വയും പാപമില്ലാത്ത ആ മനുഷ്യരെ ആക്കി വെച്ചു. പുതിയ നിയമത്തിലോ രക്ഷ പ്രാപിക്കുന്നവരെ, ഇതൊരു പറുദീസ തന്നെയാണ് സഭ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട ആളുകളുടെ കൂട്ടം. അതാണ് എക്ലേസിയ. അതാണെങ്കിൽ അത് ഒരു പറുദീസയുടെ അനുഭവം തന്നെയാണ്. അപ്പൊ പഴയ നിയമത്തിലെ ആ പറുദീസയും പുതിയ നിയമത്തിലെ പറുദീസയും നമ്മൾ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുകയാണ്. അത് ഞാൻ നോട്ട് ചെയ്ത പോയിന്റുകളൊക്കെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ കാണേണ്ടത് എഫേസ്യ ലേഖനത്തിലേക്ക് പോകണം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാം വാക്യം. ഒന്ന് രണ്ടുപേർക്ക് വായിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാം വാക്യം. എഫേസോസ് 1:3 വാക്യം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. എന്താണ് പറയുന്നത്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവരും. അപ്പൊ സഭയെ എങ്ങനെ ദൈവം അനുഗ്രഹിച്ച്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവരും. അനുഗ്രഹിക്കുമെന്നല്ല, അനുഗ്രഹിക്കാമെന്നല്ല, അനുഗ്രഹിച്ചവരും. കഴിഞ്ഞു പോയ വരെയാണ്, പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനുഗ്രഹിച്ചവരും. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചവരും. ഇത് തന്നെയല്ല എല്ലാവർക്കും എല്ലാ രാജകളെയും എല്ലാ മൂലാദികളെയും എല്ലാം ഒരുക്കിയിട്ടാണ് അവരെയാക്കി. അതിന്റെയാണ് സഭയിലും എന്താണ്? സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാണ് ക്രിസ്തുവിൽ നാം അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെയുണ്ട്. കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. സകലങ്ങളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടം എന്ന് വിശുദ്ധ കുർബാനയിൽ പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. മറ്റൊരു വാക്യം പത്രോസിന്റെ 2-ാം ലേഖനം 1:3 വാക്യം എടുത്ത് 2 പത്രോസ് 1:3 വാക്യം. 2 പത്രോസ് 1:3 വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 1:3 വാക്യം. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അതെ. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ ഭക്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവെല്ലാം അവന്റെ ദൈവിക ശക്തി പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനും എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന്, നമ്മുടെ ഭക്തിക്ക് എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ഈ ലോക ജീവിതത്തിന്, നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കിട്ടുവാൻ നമ്മുടെ ഈ ജീവിതത്തിനും, നമ്മുടെ ഈ ലോക ജീവിതത്തിനും ഭക്തിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും ആവശ്യമായതെല്ലാം ആ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു. എല്ലാം ഇവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. എല്ലാം. അതാണ് തൊട്ട് മുമ്പേ നമ്മൾ വായിച്ചത്. എഫേസ്യർ 1:3 വായിച്ചത്. സ്ത്രീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു. അപ്പൊ നമ്മുടെ ഭക്തിക്കും അതുപോലെ തന്നെ ജീവിതത്തിനും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി പ്രദാനം ചെയ്യും. അപ്പോ ഇത് തന്നെയാണ് ആദത്തിന് ഭൂമിക്കും അവിടെ ആ പ്രതീക്ഷയുടെ അനുഭവത്തിൽ എല്ലാം ഉറച്ചു കിട്ടി. അതുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് പിരിയാൻ പറ്റില്ല. ശരിയായ യേശുവിനോട് ബന്ധമുള്ളവർക്ക് പിരിയാൻ പറ്റില്ല. അതാണ് പത്രോസ് പറഞ്ഞ വാക്ക്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 68 നോക്കി പത്രോസ് പറയുന്നില്ല, ഞങ്ങൾ ആ വാക്യം വായിച്ച യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരും. 68 ഓർമ്മ നോക്കൂ. 6-ന്റെ സിഗ്നല് വളരെ വീക്കാ, വിട്ടു പോണു. 60 ആണല്ലേ?
കേൾക്കാമോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവണില്ല ബ്രദറെ, വിട്ടുപോണ്ട്. എന്താ അത് മെഷീനിൽ വൈഫൈ ഉണ്ടല്ലോ, റേഞ്ച് കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണോ അതോ ഒരാൾക്ക് 1-2 പേർക്കുള്ളൂ? അല്ല, അത് എല്ലാവർക്കും ഉണ്ട്. അതൊരു എല്ലാവർക്കും വലിച്ചില് തന്നെയാണോ? പോലെയാണ്. എല്ലാവർക്കും ഉണ്ട്. ബ്രദറെ കേൾക്കുന്നില്ല, ക്ലിയർ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷം തന്റെ സഭയെ രൂപപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ സഭ രൂപപ്പെട്ടതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 2:47 കണ്ടു. രക്ഷിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവരെ സഭയോട് പ്രതിദിനം ചേർക്കുന്നു. ആ രണ്ടും തമ്മിലുള്ള ആ ചേർമത നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ആദത്തിനും ഹവ്വയ്ക്കും ആ പറുദീസായിൽ അവർക്ക് എല്ലാറ്റിന്റെയും സമൃദ്ധി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സഭയിൽ നമ്മൾ കാണുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 നമ്മൾ കണ്ടു. സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു എന്ന് കണ്ടു. അതുപോലെ പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1:3 കണ്ടു. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി പ്രദാനം ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഈ റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. അപ്പൊ നിന്നെ പിരിയാത്ത, കർത്താവിനെ പിരിയാതെ കർത്താവിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ടെത്തി നിൽക്കുന്ന പത്രോസ്, ഇത് നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു വലിയ സംഭവമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇതില് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തോട്ടത്തിൽ, ഈ പഴയ നിയമത്തിൽ കാണുന്ന ഈ തോട്ടം, ആ തോട്ടത്തിന്റെ നടുവിൽ എന്തുണ്ട്? ജീവന്റെ വൃക്ഷമുണ്ട്, ജീവവൃക്ഷം. അവിടെ ജീവന്റെ 2 തരം വൃക്ഷത്തെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട് പറുദീസയിലെ. ഒന്ന് ജീവവൃക്ഷമുണ്ട്, 2 നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമുണ്ട്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമാണ് തിന്നാൻ പാടില്ലാത്തത്. കാരണം നന്മ ഏത് തിന്മ ഏതെന്ന് മനുഷ്യനോട് ദൈവമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അവനല്ല ഡിസിഷൻ എടുക്കണ്ടേ. അപ്പൊ നന്മ ഏത് തിന്മ ഏതെന്ന് പറയുവാൻ സൃഷ്ടിതാവിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, നീ അല്ലാതെ ഡിസൈഡ് ചെയ്യണ്ടേ. ഇന്ന് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സ്ത്രീ പറയുന്നു, എനിക്ക് എത്ര പുരുഷന്മാരെ വേണമെന്ന് ഞാനാ നിശ്ചയിക്കുക, ശരി തെറ്റുകളൊക്കെ ഞാനാ നിശ്ചയിക്കുക. ഇത് നന്മ തിന്മകളെ നമുക്കല്ല, ദൈവം പറയുന്നതാണ്. ദൈവവചനം, ഒരു ക്രൈസ്തവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം ശരി എന്ന് പറയുന്നത് ശരി, ദൈവത്തിന്റെ വചനം തെറ്റെന്ന് പറയുന്നത് തെറ്റ്. ഇത്തരത്തിലാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. അപ്പൊ തോട്ടത്തിന്റെ നടുവിലുള്ള ജീവവൃക്ഷാണ് അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജീവവൃക്ഷം, തോട്ടത്തിന്റെ നടുവിലെ ജീവവൃക്ഷം. നമ്മുടെ കർത്താവിന്റെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 18:20 വാക്യം നമുക്ക് പരിചയമുള്ളതാണ്, വായിക്കണമെങ്കിലും. മത്തായിയുടെ സുവിശേഷം 18:20 വാക്യം. മത്തായി 18:20 വാക്യം വായിച്ചോളൂ. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതെ, പത്രോസ് മതി 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കും. അപ്പോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യം ഉണ്ടായിരിക്കും. തോട്ടത്തിന്റെ നടുക്ക് ആരുണ്ട്? തോട്ടത്തിന്റെ നടുക്ക് ജീവന്റെ വൃക്ഷമുണ്ട്. അതുപോലെ സഭയുടെ നടുവിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ അല്പസമയം കൂടി കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ, ചിലപ്പോൾ കട്ടായി പോയെങ്കിലോ എന്ന് കരുതിയിട്ടാണേ. അല്പസമയം കൂടി കഴിഞ്ഞിട്ടൊന്ന് ഒരു സിഗ്നൽസ് ഒക്കെ ഒന്ന് ശരിയാക്കി. ഓക്കെ. തോട്ടത്തിന്റെ നടുവിൽ എന്തുണ്ട്? ആ വൃക്ഷം ഉള്ളതുപോലെ തന്നെ സഭയുടെ നടുവിലും ക്രിസ്തു. വെളിപാടിന്റെ പുസ്തകം 1:13 വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? വെളിപാടിന്റെ പുസ്തകം 1:13 വാക്യം. വെളിപാടിന്റെ പുസ്തകം 1:13 വാക്യം. വെളിപാട് 1:13. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി,
എടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അത് മതി. ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. ദീപപീഠങ്ങളുടെ മധ്യേ, നേരത്തെ കണ്ടു 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ, അല്ലെ? മധ്യേ നമ്മുടെ കർത്താവ് ദീപപീഠങ്ങളുടെ മധ്യേ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ ഈ പർദീസ, ഈ സഭയുടെ മധ്യേ അവനെ കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു വാക്യം കൂടെ ഈ പുസ്തകത്തിന്റെ, വെളിപാടിന്റെ പുസ്തകത്തിന്റെ 22-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്ന്. 22-ാമത്തെ അധ്യായം അതിന്റെ 2-ാം വാക്യം, 22-2. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഫലങ്ങൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. അതെ, ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. 22-ന്റെ 2-ാം വാക്യം, നഗരവീഥികളുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലാക്കി. അത് ചില ട്രാൻസ്ലേഷനിൽ ഇരുഭാഗങ്ങളിൽ എന്നുള്ളത് ഇരുകരയിലുമായി, രണ്ട് കരയിലുമായി 12 തരം ഫലങ്ങൾ കാക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നത്. 2 കരയിലും. ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ഈ കരയിലാണ്. ഏത്? ഇക്കരയാണ് നമ്മൾ. ഭൂമിയിലല്ലേ? ഇവിടെയും ജീവന്റെ വൃക്ഷം നമ്മുടെ കൂടെയുണ്ട്. അക്കരെ ചെന്നാലും, അക്കരെ എന്ന് പറഞ്ഞാൽ സ്വർഗനാട്ടിലും ജീവന്റെ വൃക്ഷം നമ്മുടെ ഉണ്ട്. ഇരുകരകളിലും. ഇപ്പോ ഇവിടെ ഈ കരയിൽ ജീവിക്കുമ്പോൾ ജീവന്റെ വൃക്ഷമായ ക്രിസ്തു നമ്മോട് കൂടെ, മറുകരയ്ക്ക് പോകുമ്പോഴും അക്കരെ നാട്ടിൽ ചെല്ലുമ്പോഴും ആ ജീവവൃക്ഷം നമ്മോട് കൂടെ. ഇതാണ് പർദീസയുടെ അനുഭവം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇരുഭാഗങ്ങളിലും എന്ന് പറയുന്നത് ഇരുകരയിലും. സത്യവേദ പുസ്തകത്തിൽ അങ്ങനെയാണ്. ഇരുകരയിലും. ഈ കരയിൽ ഇന്ന് കർത്താവ് നമ്മോട് കൂടെ. ശരീരം വിട്ടുപിരിഞ്ഞാലോ അങ്ങേ കരയിലും കർത്താവ് നമ്മോടുകൂടെ. ഇതല്ലേ പർദീസ എന്ന് പറയുന്നത്. അവ 2 പർദീസ നമ്മൾ താരതമ്യം ചെയ്ത് കാണാം. ഒന്ന് ഭൗമികമായിട്ടുള്ള, പിന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ൽ കാണുന്ന പർദീസയും, 2 പുതിയ നിയമത്തോട് ബന്ധപ്പെട്ട് ആ സഭയെയും ഒരു പർദീസയായിട്ട് കാണുന്നതാണ് നമ്മളിപ്പോ താരതമ്യം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പോ ചുരുക്കി പറഞ്ഞാൽ, എല്ലായിടത്തും ജീവന്റെ വൃക്ഷത്തിന്റെ സാന്നിധ്യം, എല്ലായിടത്തും ആനന്ദം, അനുഭൂതി, ഇതെല്ലാം നമുക്ക് കിട്ടാവുന്നതാണ് കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കണമെന്നും അർത്ഥം. സങ്കീർത്തന പുസ്തകം 16-ലേക്ക് ഒന്ന് വരാമോ? സങ്കീർത്തന പുസ്തകം 16, സങ്കീർത്തന പുസ്തകം 16 എന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 16-ന്റെ 11-ാം വാക്യം. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അതെ, അപ്പോ ഈ ജീവന്റെ വൃക്ഷം ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞ് അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പോകാൻ പോണ്. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ക്രോഡീകരിക്കുകയാണ്. വൈകി വന്നവർക്കും ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് അല്പം ഈ റേഞ്ച് പ്രോബ്ലം വന്നല്ലോ. ഇപ്പോ നമ്മള് പർദീസയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. സ്വർഗീയ പർദീസയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 7 എണ്ണമുണ്ട് ബൈബിളിൽ. അതിൽ ഒരെണ്ണം, ഏറ്റവും ആദ്യത്തെ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇടയ്ക്ക് വെച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വേദപുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ ഏദൻ തോട്ടം വെച്ച് തുടങ്ങുകയാണ്. അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടു, തോട്ടം ചമയ്ക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എല്ലാം പൂർത്തിയാക്കി. അതിനുശേഷമാണ് തോട്ടം ഉണ്ടാക്കുന്നത്. പൊരുൾ നമ്മൾ കണ്ടു, എല്ലാം പൂർത്തിയായ യോഹന്നാൻ 19:30 പറയുന്നു. അതിനുശേഷം ദൈവം രൂപപ്പെടുത്തിയാണ് സഭ പഴയ നിയമത്തിൽ ഇല്ല. സഭ പഴയ നിയമക്കാർക്ക് മറവായിരുന്നു. സഭ നിഗൂഢമായിരുന്നു. സഭ മിസ്റ്ററിയാണ്. പഴയ നിയമത്തിലെ എന്താണ് രഹസ്യം എന്ന വാക്ക് പുതിയ നിയമത്തിൽ എവിടെയൊക്കെ കണ്ടോ അപ്പോ ഓർത്തോളൂ. രഹസ്യം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തതും എന്നാൽ പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതുമായ സത്യങ്ങളെയാണ് രഹസ്യം, മിസ്റ്ററി എന്ന വാക്കുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം. പഴയ നിയമ വിശുദ്ധന്മാർക്ക്, അബ്രഹാമോ അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാത്തതും എന്നാൽ പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതുമായ ദിവ്യ സത്യങ്ങളെയാണ് രഹസ്യങ്ങൾ. അങ്ങനെ ആ ദൈവിക രഹസ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഷയമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നീട് ഒരിക്കൽ അത് എടുക്കാം. പക്ഷെ അതിന് മുമ്പ് കുറെ പാഠങ്ങൾ മുന്നിട്ട് നമ്മൾ എടുത്തു പോകണം. എന്നാൽ അതൊക്കെ വേണ്ടും എന്ന് നമ്മുടെ മനസ്സിൽ പതിയുള്ളൂ. അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കി പർദീസ അല്ലെങ്കിൽ തോട്ടം ഉണ്ടാക്കിയ സന്ദർഭം ഞാൻ സൂചിപ്പിച്ചു. അതിനുശേഷം മനുഷ്യനെ അവിടെ ആക്കി ഈ സമൃദ്ധിയുടെ നടുവിൽ, എല്ലാത്തരം അനുഗ്രഹങ്ങളുടെ നടുവിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരെ, പ്രവർത്തികളുടെ പുസ്തകം 2:47 നമ്മൾ കണ്ടു. രക്ഷ പ്രാപിച്ചവരെ, പാപവഴി വിട്ടവരെ അവൻ എവിടെയാക്കുന്നു?
ഈ പിന്നെ എന്താണ് സഭയ്ക്കകത്താക്കി തീർക്കുന്നത്. ദൈവമാണത് ചെയ്യുന്നത്. നമുക്ക് ആരെയും ഉന്തിത്തള്ളി കൊണ്ടുവരാൻ പറ്റില്ല. അവിടേക്ക് ദൈവമാണ്. ഇനി പിന്നെ നമ്മൾ കണ്ടത് ആ തോട്ടത്തിന്റെ മനോഹാരിതയെ കുറിച്ചാണ്. എന്താണ് ആ തോട്ടത്തിന്റെ മനോഹാരിത? എല്ലാം സമൃദ്ധമായുള്ള ഒരവസ്ഥയിലാണ് ആദത്തിനെയും ഹവ്വയും ആക്കി വെച്ചതെങ്കിൽ എഫേസ്യർ 1:3 കണ്ടു, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവരും എന്ന് നമ്മൾ കണ്ടു. അപ്പൊ എല്ലാ ആത്മീയ വരങ്ങളുടെ ഉറവയിലാണ് സഭയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പത്രോസ് 1:3 കണ്ടു, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്ക് ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി പ്രദാനം ചെയ്തു. അതുകൊണ്ട് ഇനി എന്ത് പറയാൻ പാടില്ല? പത്രോസ് പറഞ്ഞത് പറയാൻ പാടുള്ളൂ. എന്താണ് പത്രോസ് പറഞ്ഞത്? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ, ആകയാൽ നിന്നെ വിട്ട് എവിടെ പോകും എന്നുള്ളതാണ് പത്രോസ്ലീഹ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കും അതേ പറയാനുള്ളൂ. ഈ തോട്ടത്തിൽ എവിടെ നിന്ന് ഈ സമൃദ്ധിയൊക്കെ വരുന്നത്? ഒരു വൃക്ഷം അവിടെ നിൽപ്പുണ്ട്, ജീവന്റെ വൃക്ഷം നടുക്ക് നിൽക്കുന്നുണ്ട്. മത്തായി 18:20 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട്. വെളിപാടിന്റെ പുസ്തകം 1:13 നമ്മൾ കണ്ടു. എന്താണ് കണ്ടത്? അവിടെ വിളക്കുകളുടെ മധ്യേ നടക്കുന്ന ഒരുവനെ കാണുന്നു. അതുപോലെ വെളിപാട് 22:2 കണ്ടു, ഇരുഭാഗങ്ങളിൽ എന്ന് പറഞ്ഞ ഇരു കരയിലും നമ്മളിപ്പോ ജീവിക്കുന്ന ഈ കരയിൽ, നമ്മൾ ഏത് കരയിലാണ് നിങ്ങളുടെ സ്ഥലങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. ആ കരയിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ കർത്താവുണ്ട്. പിന്നെ എന്തിനു നീ വേദനിക്കണേ? ഈ കരയിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല മറുകരയിലും ജീവന്റെ വൃക്ഷമുണ്ട്. മറുകരയിൽ നമ്മൾ പോകുമ്പോൾ അവിടെയും ജീവന്റെ വൃക്ഷം. ഇതല്ലേ സത്യത്തിൽ പറുദീസായുടെ അനുഭവം എന്ന് പറയുന്നത്? സങ്കീർത്തനം 16:11 നമ്മൾ കണ്ടു, അവിടെ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഉൽപ്പത്തി 2 തന്നെ തിരിച്ചു പോവാം. ഈ തോട്ടത്തിൽ അവിടെ ഈ തോട്ടത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി, ആ തോട്ടത്തിൽ എല്ലാ തരത്തിലുള്ള സൗരഭ്യം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ തോട്ടത്തിൽ എല്ലാ പുഷ്ടി ഉണ്ടാകാൻ വേണ്ടി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഒരു നദിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒരു നദിയെ കുറിച്ച് 2:10 വാക്യം. 2:10 വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, ഒരു നദിയെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്താണത്? ഒന്ന് വായിക്കണേ. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിൽ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൻ. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അത് മതി. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കാണുന്നു. 46 സങ്കീർത്തനം 4 വാക്യം. 46-ന്റെ 4 വാക്യം. ഞാൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ, കേൾക്കണില്ലെങ്കിൽ പറയണേ. 40 എത്രയാ ഞാൻ പറഞ്ഞത്? സങ്കീർത്തന പുസ്തകം 46-ന്റെ 4 അല്ലേ? 46 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരണേ. 46 സങ്കീർത്തനം. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് തന്നെ, അത് മതി. അത് വേറൊരാൾ കൂടെ വായിച്ചേ. 46-ന്റെ 4. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതെ, ആ നദിയെ കുറിച്ച്, ആ തോട്ടം, ആ പറുദീസ നനയ്ക്കാനും അതിനെ ഫലപുഷ്ടിയാക്കാനുമുള്ള ഒരു നദി. ഇനി വളരെ ശ്രദ്ധിക്കുക. ഞാൻ അതിന്റെ ഏറ്റവും ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി നമുക്കത് ചിന്തിക്കാൻ പോവാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സ്ഥലത്തും ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉൽപ്പത്തിയുടെ പുസ്തകം 1 മുതൽ 11 വരെ അധ്യായങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് കെട്ടുകഥയാണെന്നൊക്കെ പറയുന്നവരെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞുകൂടെ എന്തർത്ഥത്തിൽ ഇത് പറയണേന്ന്. എനിക്ക് 2 ചോദ്യങ്ങളാണ് അപ്പൊ എന്റെ മനസ്സിൽ ഉയർന്നു വരിക. ഒന്നാമത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം മുഴുവനും ദൈവനിവേശിതമാണെന്ന് എഴുതി വെച്ചിട്ടില്ലേ? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അല്ലെ? അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിന് നീതിയിലുള്ള പരിചരണം ഉപകരിക്കുന്നു അല്ലെ? 2 തിമോത്തി 3:16-17 വാക്യങ്ങളിലെ സംശയം നോക്കിക്കോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണെന്ന് എഴുതിയിട്ടുണ്ടോ നോക്കൂ. ദൈവനിവേശിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. നോക്കി, 2 തിമോത്തി 3:16-17. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും
നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി അതെ, അപ്പോ അവിടെ അത് മതി ഡേവിസേട്ട. അപ്പോ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം, അപ്പൊ വിശുദ്ധ ലിഖിതമെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളൊക്കെ ദൈവനിവേശിതമാണെന്നല്ല എഴുതിയണേ. ഒരു വാക്യം കൂടെ, പത്രോസിന്റെ 2 ലേഖനം 1:20 വാക്യം, 2 പത്രോസ് 1:20 വാക്യം. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അതെ, അപ്പോ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ഈ വിശുദ്ധ ലിഖിതത്തിലെ വചനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങൾ വലിയ കഥയൊന്നും ഇല്ല എന്ന് പറയുമോ? ഒരു പ്രശ്നം അവിടെ വരാണ്. എന്താ വരണെന്ന് വെച്ചാൽ, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണെന്ന് പറയുമ്പോൾ ഇത് കെട്ടുകഥയായിട്ട് നമ്മൾ മിത്തായിട്ട് കാണാൻ പാടില്ല. നമ്മുടെ ഹിന്ദുക്കളുടെ പല പുസ്തകങ്ങൾ നമ്മൾ മിത്താന്ന് പറയും അല്ലേ? അത് ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പൊ പലരും മിത്താന്ന് പറയുന്നുണ്ട്. അത് പക്ഷെ ബൈബിൾ അങ്ങനെ മിത്തല്ലല്ലോ, സത്യങ്ങളല്ലേ ഇതിൽ എഴുതി വെച്ചേണേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ലിഖിതത്തിലെ വചനങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. മാത്രല്ല, ഈ 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ, 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ അങ്ങനെ 11 വരെ അധ്യായങ്ങളിലാണ് ആദത്തിന്റെ കാര്യം, ഹവ്വയുടെ കാര്യം, ജീവവൃക്ഷത്തിന്റെ കാര്യം, നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം, അതുപോലെ ബാബേൽ ഗോപുരത്തിന്റെ കാര്യം, ഇങ്ങനെ 100 കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അത് വെറും തട്ടിപ്പാണ്. തട്ടിപ്പല്ല, അത് അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും നമ്മളെ ഒരു പഴം തിന്ന കേസൊക്കെ അതൊന്നും ആയിരിക്കണമെന്നില്ല. അത് അത്രയൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പലരും പറയുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഏറ്റവും ആഴത്തിലുള്ള സന്ദേശം കിടക്കുന്നതാണ്. അതുകൊണ്ട് 2 പുസ്തകങ്ങൾ നമ്മളെ കൊണ്ട് പിശാച് വായിപ്പിക്കില്ല. 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി, പ്രത്യേകിച്ച് ഉൽപ്പത്തിയിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ. 2 വെളിപാടിന്റെ പുസ്തകം. ഒന്നും തലയ്ക്കകത്ത് കയറില്ല. അതുകൊണ്ട് ഇത് 2 നമ്മൾ ഒഴിവാക്കും. ഏത്? ഉൽപ്പത്തി 1-ന്റെ 11 വരെ അധ്യായങ്ങൾ ഒഴിവാക്കും, വെളിപാട് മൊത്തം ഒഴിവാക്കും. എന്നാൽ ഇത് 2-ലും ഉൽപ്പത്തിയും വെളിപാടും തമ്മിൽ എന്ത് കണക്ഷനാണെന്നോ? അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്, അതൊന്നും വായിക്കേണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോ നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ള, ഈ പർദീസായുടെ നടുക്ക് ഒരു തോട്ടം, പിന്നെ എന്താണ്, ഒരു വൃക്ഷം ഉണ്ടെന്ന് കണ്ടു. ആ വൃക്ഷം, അതിൽ നിന്ന് ധാരാളം അനുഗ്രഹം. മാത്രമല്ല, ആ വൃക്ഷം ആരെ സൂചിപ്പിക്കുന്നു? ക്രിസ്തുവിനെ. പിന്നെയോ അതിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോ കണ്ടത്. ഏത്? ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യം. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. ഒരൊറ്റ നദിയെ പുറപ്പെട്ടുള്ളൂ കേട്ടോ. ആ നദി ഒരെണ്ണാണെങ്കിലും 4 കൈവഴികളായിട്ട് പിരിഞ്ഞു. 4 ബ്രാഞ്ചസ് ഉണ്ടായി ആ നദിക്ക്. എന്തിനാണ്? തോട്ടമൊക്കെ നനയ്ക്കാൻ വേണ്ടി. ആ 4 നദിയുടെ പേരും അത് ഒഴുകുന്ന സ്ഥലവും വളരെ ശ്രദ്ധിക്കണം. ഞാനത് ഏതൊരു പ്രസംഗത്തിൽ ഞാനിത് ഒന്ന് ഓടിച്ച് ഒരു 20 മിനിറ്റ് കൊണ്ട് ഓടിച്ച് പറഞ്ഞ ഏതൊരു പ്രസംഗം ഉണ്ട്. പക്ഷെ അത് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അത് ഈ പർദീസായോട് ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടതാണ്. നമുക്ക് നോക്കാം. 1-ാമത്തെ നദിയെ നമുക്ക് നോക്കാം. തോട്ടം നനയ്ക്കാൻ ഏതിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. 1-ാമത്തതിന്റെ പേര് പിഷോൺ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ടുണ്ട്. ഈ 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ടുണ്ട്. 11 മാത്രം. 1-ാമത്തേതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. പിഷോൺ എന്ന വാക്കിന്റെ അർത്ഥം, പിഷോൺ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ? പിഷോൺ എന്ന വാക്കിന്റെ ഹെബ്രായ പദത്തിന്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. വെള്ളച്ചാട്ടം, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് വെള്ളച്ചാട്ടം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നു, നോക്കൂ. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് 4 കൈവഴികളായി പിരിഞ്ഞു. 11-ാമത്തെ വാക്യം. 1-ാമത്തതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. സ്വർണത്തിന്റെ നാട്. ഇത് സ്വർണത്തിന്റെ നാട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. ഈ സ്വർണത്തിന്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ സ്വർണത്തിന്റെ നാടെന്ന് ഉദ്ദേശിക്കുന്നത്? സ്വർണം എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ പത്രോസ്ലിഹായുടെ ലേഖനത്തിലേക്ക് വരും. ബൈബിളിന്റെ അവസാന ഭാഗത്ത് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിലേക്ക് വരും.
അതിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. അല്പം ടഫ് സബ്ജക്റ്റ് ആണ് കേട്ടോ. നമുക്കത് ഒരു രസകരമായിട്ടൊന്നും ചിരിച്ചും കളിച്ചെടുക്കാൻ പറ്റിയൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കോഡ്. നമ്മൾ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാം വാക്യം 12-ാം വാക്യമല്ലല്ലോ, അതിന്റെ 7 മുതൽ വാക്യങ്ങൾ വായിക്കണം. 7 മുതൽ വാക്യം. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതെ, അത് ഒരാളുകൂടെ യേശുക്രിസ്തു മതി. ഒരാളുകൂടെ വായിച്ചോ. ആ വായിച്ച ഭാഗം ഒരാളുകൂടെ വായിച്ചോ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതെ, അത് നമ്മളൊന്ന് മതി. അപ്പോ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും എന്ത്? നിങ്ങളുടെ വിശ്വാസം. ആ വാക്യവും നമ്മൾ നേരത്തെ ഈ സ്വർണത്തിന്റെ നാടായ ഹവില ചുറ്റി ഒഴുകുന്നു എഴുതിയിട്ടില്ലേ? അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, ആദ്യത്തെ ആ കൈവഴിയുടെ പേര്, അല്ലെങ്കിൽ ആ നദി 4 കൈവഴികളായിട്ട് പിരിഞ്ഞു. ആദ്യത്തെ കൈവഴിയുടെ പേരാണ് പിഷോൺ. പിഷോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പിഷോൺ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. ആ വെള്ളം എവിടെ ഒഴുകുന്നു? സ്വർണത്തിന്റെ നാടായ ഹവില ചുറ്റി ഒഴുകുന്നു. വെള്ളം എന്തിനെ സൂചിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ആ പരിശുദ്ധാത്മാവാകുന്ന നദി ചുറ്റി ഒഴുകുന്നത് എവിടെയാണ്? സ്വർണത്തിന്റെ നാട്. സ്വർണം എന്തിനെ സൂചിപ്പിക്കുന്നു? അതാണ് പത്രോസ്ലിയുടെ ലേഖനത്തിൽ കണ്ടത്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതായത് കാതിലും കയ്യിലും ഒക്കെയുള്ള ആഭരണങ്ങൾ, ആ സ്വർണം തീയിലിട്ടപ്പോഴാണ് നല്ല ഓർണമെന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയേ. അപ്പോ അഗ്നിശോധനയെ അത് അതിജീവിച്ചു. എന്നാൽ മനുഷ്യനോ വിശ്വാസിയോ അഗ്നിയല്ല, പിന്നെയോ പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. അപ്പൊ സ്വർണം എന്ന് പറയുന്നത്, സ്വർണം അഗ്നിയിൽ കടത്തിവിടുമ്പോൾ തിളക്കമുള്ളതായി തീരുന്നത് പോലെ പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. പരീക്ഷ ടെസ്റ്റ് നടത്തിയാലാണ്. ഇപ്പോ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ടെസ്റ്റ് എക്സാം കഴിഞ്ഞാലല്ലേ 11ലേക്ക് പോകാൻ പറ്റുള്ളൂ. ടെസ്റ്റ് എപ്പോഴും എന്തിനാണ്? അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ടെസ്റ്റ് എന്തിനാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം? അത് അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടാനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു മുസ്ലിം സഹോദരൻ, നിരീശ്വരവാദിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം യൂട്യൂബിലാണെന്ന്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, വിശ്വാസികൾ പറയുന്ന ദൈവം സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയായ ദൈവം എന്തിനാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നത്? പരീക്ഷിച്ചു കഴിയുമ്പോൾ അയാൾ പാസ്സാവൂലെന്ന് ദൈവത്തിന് അറിയാലോ. കാരണം ദൈവം സർവജ്ഞാനിയല്ലേ. സർവജ്ഞാനിയായ ദൈവത്തിന് മനുഷ്യനെ ഒരു പരീക്ഷയിലൂടെ കടത്തിവിടുമ്പോൾ, ഇപ്പൊ അബ്രഹാത്തോട് പറഞ്ഞു ഇസാഖിനെ മോറിയ മലയിൽ യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം യാഗം അർപ്പിക്കില്ലെന്ന് ദൈവം സർവജ്ഞാനിയായത് കൊണ്ട് അറിയാലോ. പിന്നെ എന്തിനാ ഈ നാടകങ്ങളിയുടെ ആവശ്യം എന്ന് ചോദിക്കുന്നത്? ഇതാണ് ഈ നിരീശ്വരവാദിക്ക് മനസ്സിലാവാത്ത കാര്യം. അതായത് പരീക്ഷിക്കുന്നത് ഇയാൾ അതിൽ പാസ്സാവില്ലയോ എന്ന് ദൈവത്തിന് മനസ്സിലാവാനല്ല, പിന്നെയോ പരീക്ഷയിലൂടെ കടത്തിവിടുമ്പോൾ നിനക്ക് എന്തുമാത്രം ബലമുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കി തരാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അല്ലാതെ ദൈവം സർവജ്ഞാനിയാ, ദൈവത്തിന് അറിയാൻ എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇത് പല ആളുകൾക്ക് മനസ്സിലാവണില്ല. ആളുകളുടെ വിചാരം ദൈവം ഇങ്ങനെ പരീക്ഷിക്കുക, എന്തിന് ഇവൻ പാസ്സാവൂലേ എന്ന് നോക്കാണ്. നോനെവർ. പരീക്ഷയിലൂടെ കടത്തിവിടുന്നത് എന്തിനാണ്? നിനക്ക് എന്തുമാത്രം ബലമുണ്ട്, നീ എന്തുമാത്രം പതറുണ്ടെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. അല്ലാതെ ദൈവം ഒരു എക്സാം ഇട്ടിട്ട് ദൈവം മാറി നിന്ന് ഒളിഞ്ഞു നോക്കല്ല ചെയ്യണേ. ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നിരീശ്വരവാദി. ഇനി പോട്ടെ, വിശ്വാസികൾ ചിന്തിക്കുന്നത് അങ്ങനെയാ. ദൈവം ഒരു പരീക്ഷ അനുവദിച്ചു. ദൈവത്തിന് അറിയാൻ നീ ആവില്ല. ദൈവം സർവജ്ഞാനിയല്ലേ. പക്ഷെ നിനക്ക് നിന്റെ ബലഹീനതകൾ, നിന്റെ കുറവുകൾ, നീ ഇത്രയും നിസ്സാരനാണെന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ, നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ വെള്ളച്ചാട്ടം, ഈ പീഷോൺ ഒഴുകുകയാണ്. ഇവിടെ സ്വർണത്തിന്റെ നാട്. സ്വർണം എന്തിനെ സൂചിപ്പിക്കുന്നു? വിശ്വാസിയെ അല്ലെങ്കിൽ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വർണം അഗ്നിയിലൂടെ കടത്തിവിടുമ്പോൾ തിളക്കമുള്ളതായി തീരുന്നത് പോലെ പരീക്ഷകളെ അതിജീവിച്ച് നീ അതിശക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം. അതിനാണ് വെള്ളം ഇങ്ങനെ ഒഴുകുക. പറദീസ എന്ന് പറയുമ്പോ, ഈ പറദീസ പുതിയ നിയമമായിട്ട് എന്ത് കണക്ഷനാന്ന് നോക്കിയാൽ. പീഷോൺ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം, ഒരു കൈവഴി ഇങ്ങനെ ഒഴുകുന്നു. ആ വെള്ളം ഇങ്ങനെ ആ തോട്ടത്തിലൂടെ ഒഴുകുന്നു. അവിടെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി. അതല്ല അതിന്റെ അർത്ഥം.
അത് ലിറ്ററൽ മീനിങ് ആണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അർത്ഥം മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? പുതിയ നിയമത്തോട് അതിനെ ബന്ധപ്പെടുത്തണം. പുതിയ നിയമത്തിൽ എവിടെ ബന്ധപ്പെടുത്താൻ? ആക്യുറേറ്റ് വാക്യം കിടക്കുന്ന പത്രോസിന്റെ 1:7 ഇതിനെയാണ് നിഴൽ പൊരുൾ ബന്ധം എന്ന് പറയാ, അല്ലെങ്കിൽ ഇണവചനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതാ ആക്യുറേറ്റ് അല്ല കണക്ട് ചെയ്തെങ്കിലോ ഒക്കെ തെറ്റിപ്പോകും. ഡേവിസേട്ടന്റെ നാട്ടിൽ നിന്ന് മുരിയാടെന്ന് ഒരാള് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ട്, കഴിഞ്ഞ ദിവസം അല്ല, മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. കുറെ അധികം നേരം ഇവിടെ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മുടെ സഭ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായി എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് പഠിപ്പിക്കുന്നത്? നീ പറയൂ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയൂ. ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഓരോ പോയിന്റ് പറഞ്ഞപ്പോഴും അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തു. അവസാനം പറഞ്ഞു പിന്നൊരിക്കൽ വരാം. ഞാൻ പറഞ്ഞു കുറച്ച് പേരെയും കൂടി കൂട്ടിക്കൊണ്ടുപോവാ, നിങ്ങളുടെ ആചാര്യന്മാരെ കൂട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവര് കണക്ട് ചെയ്യുന്നത് ദൈവം ഉദ്ദേശിച്ച വാക്കുകളല്ല കണക്ട് ചെയ്യണത്. കണക്ട് ചെയ്ത് തെറ്റാണ്. കണക്ഷൻ തെറ്റിപ്പോയാലോ, ഈ കറണ്ടിന്റെ കണക്ഷൻ തെറ്റിപ്പോയ എല്ലാം ഷോർട്ട് സർക്യൂട്ടായി എല്ലാം പൊട്ടിത്തെറിക്കില്ലേ? കണക്ഷൻ ശരിയായിരിക്കണം. കണക്റ്റിംഗ് വേർഡ് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നത്. അപ്പോ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ പർദീസ, പഴയ നിയമത്തിൽ കാണുന്ന ആ പർദീസയിൽ ഒരു നദി പുറപ്പെട്ടു. ആ നദി 4 കൈവഴികളായി പിരിഞ്ഞു. ഒരു കൈവഴിയാണ് പിഷോൺ, വെള്ളച്ചാട്ടം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. അതിങ്ങനെ ഒഴുകാണ്. ഏത്? സ്വർണത്തിന്റെ നാടായ ഹവില ചുറ്റി ഒഴുകുന്നു. ആ ജീവജല നദി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നീ തിളക്കമുള്ള നല്ല വിശ്വാസിയായിരിക്കും. പരീക്ഷകളെ ജീവിക്കുമ്പോഴൊന്നും, അല്ലെങ്കിൽ പരീക്ഷകളുടെ സമയത്തൊന്നും പോവില്ല. ഞാൻ ഇപ്പൊ ഓർക്കാണ്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പെൺകുഞ്ഞ് 8ലോ 9ലോ പഠിക്കുന്നതെന്ന് തോന്നുന്നു, അത് അത്ര ഉണ്ടോന്നും കൂടി ഓർക്കണില്ല. ഞാൻ ഇപ്പൊ കുറെ വർഷങ്ങളായി. ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, നന്ദു ബ്രദറെ, എന്റെ അമ്മ പ്രെയർ ഗ്രൂപ്പിന്റെ ലീഡറായിരുന്നു. പക്ഷെ പെട്ടെന്ന് അപ്പച്ചന് ബ്ലഡ് ക്യാൻസർ വന്ന് അപ്പച്ചൻ മരിച്ചുപോയി. അറിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ അപ്പച്ചൻ മരിച്ചുപോയി. അമ്മച്ചി പ്രെയർ ഗ്രൂപ്പിന്റെ ലീഡറാന്ന് പറയാ കാര്യമുള്ളൂ. അമ്മച്ചി ബൈബിൾ കീറിക്കളഞ്ഞു, തിരുഹൃദയത്തിന്റെ ഫോട്ടോ തട്ടിപ്പൊട്ടിച്ചു, ഇങ്ങനൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരിക്കുക, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോണില്ല. ഞാനിപ്പോ ധ്യാനത്തിന് വന്നേക്കാ, ബ്രദർ എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ടെസ്റ്റിൽ പാസ്സായോ? ഹസ്ബൻഡ് മരിച്ചു, താങ്ങാൻ പറ്റാത്ത കാര്യം. പക്ഷെ കർത്താവിനെ തള്ളിക്കളഞ്ഞില്ലേ? ദൈവത്തിന് അറിഞ്ഞുകൂടെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന് അറിഞ്ഞുകൂടെ പുള്ളിക്കാരി വിശ്വാസം ഉപേക്ഷിക്കുന്നത്? പുള്ളിക്കാരിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിയായ വിശ്വാസം ഇല്ല. ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. പത്രോസ്ലീഹ പറഞ്ഞില്ലേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഇതാണ് ആ പർദീസയുടെ അനുഭവം. പഴയ നിയമത്തിലെ പർദീസ വെറും വെള്ളം ഒഴുകുന്നു കാണുമ്പോൾ, പുതിയ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവാൻ അതിന്റെ ആന്തരിക അർത്ഥം. ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ അധ്യായങ്ങൾ എന്താന്ന് പറയുന്നത്? അയ്യോ, അത് പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ്, ചരിത്രാതീത കാലം എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തെ തള്ളിക്കളയരുത്, ആ വാക്കുകളെ തള്ളിക്കളയരുത്. തള്ളിക്കളഞ്ഞാൽ നമുക്കൊന്നും ഒരു ആത്മീയ പുരോഗതി ഉണ്ടാവില്ല. കോട്ടയം അയ്യപ്പാസിന്റെ പരസ്യം പണ്ട് റേഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടോ? കോട്ടയം അയ്യപ്പാസ്, പുറത്തു നോക്കിയാൽ ചെറുതായി തോന്നും, അകത്ത് കയറിയാൽ വിശാലമായ ഷോറൂം. ഇത് തന്നെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്. അകത്ത് കയറി നോക്കും പക്ഷേ, അപ്പൊ കാണാം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് അവിടെ. അകത്ത് കയറില്ല. അകത്ത് കയറിയാലും ചിലക്ക് കണ്ണ് തുറന്ന് കിട്ടിയിട്ടില്ല. കണ്ണ് തുറന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവമേ എന്താ അമൂല്യ നിധികളാണ് ഇതിന്റെ അകത്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാകും. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വീണ്ടും വരാം. 11-ാം വാക്യം കഴിഞ്ഞു. ഇനി 2ാമത്തെ നദിയുടെ വായിച്ചോളൂ. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്, അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളും ഉണ്ട്. 2ാമത്തെ നദിയുടെ പേര് ഗിഹോൺ. ഒരു മിനിറ്റ്. അവിടുത്തെ സ്വർണം മേൽത്തരമാണ്. ആ വാക്യം ശ്രദ്ധിക്കണം. മേൽത്തരം സ്വർണം, സുഗന്ധദ്രവ്യങ്ങളുണ്ട്. മേൽത്തരം വിശ്വാസികള് ചുമ്മാ ചപ്പരം ചെരുപ്പ് കുത്തിയല്ല, നല്ല വിശ്വാസികള്. അവിടെ സുഗന്ധദ്രവ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോ ദൈവിക ജ്ഞാനത്തെ സൂചിപ്പിക്കുക. ജ്ഞാനത്തിന്റെ പരിമളം, നല്ല ഉത്തമമായ വിശ്വാസികൾ. ദൈവത്തിന്റെ ആത്മാവാകുന്ന ജീവജല നദി എവിടെ ഒഴുകുന്നു, അവിടേക്ക് ഉത്തമ വിശ്വാസികൾ ഉണ്ടാവും. ഓക്കെ, 2ാമത്തെ നദി വായിച്ചോളൂ. ഗിഹോൻ അല്ലേ? വായിച്ചോ. 2ാമത്തെ നദിയുടെ പേര് ഗിഹോൺ, അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. 3ാമത്തെ നദിയുടെ പേര് മതി. അപ്പോ ഗിഹോൻ, 2ാമത്തെ നദിയെ പരിശോധിക്കും. ഗിഹോൻ എന്ന വാക്കിന്റെ അർത്ഥം കൃപ എന്നാണ്. വാക്കിന്റെ അർത്ഥം കൃപയുടെ താഴ്വര. അക്യുറേറ്റ് പദം അതാണ്, കൃപയുടെ താഴ്വര. ഗിഹോൺ എന്ന വാക്കിന്റെ അർത്ഥം കൃപയുടെ താഴ്വര.
പുതിയ നിയമം മുഴുവൻ എന്താണ് പറയുന്നത്? കൃപയെ കുറിച്ചാണ് പറയുന്നത്. പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന്റെ സത്ത, അതിന്റെ എസെൻസ് കൃപയാണ്, ഗ്രേസ് ആണ് ഇവിടെ വിഷയം. പുതിയ നിയമം ഗ്രേസ് ആണ് പറയുന്നത്. പഴയ നിയമം ഗ്രേസ് അല്ലല്ലോ, നിയമല്ലേ പറയുന്നത്. പഴയ നിയമം മുഴുവൻ നിയമമാണ് പറയുന്നത്. ഞാൻ കുറച്ചധികം വിശദീകരിക്കാനുള്ളതാണ് എങ്കിലും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. എന്താണ് ഞാൻ പറഞ്ഞത്? കൃപ അല്ലെ, കൃപയുടെ താഴ്വര. ഗിഹോൺ എന്ന വാക്കിന്റെ അർത്ഥം കൃപയുടെ താഴ്വര. അത് എവിടേക്ക് ഒഴുകുന്ന പറയുന്നേ? കൃപയുടെ താഴ്വര എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്? വായിച്ചേൻ. ആ നദി എവിടേക്ക് ഒഴുകുന്നു? കുഷ് എന്ന നാടിനെ അല്ലേ? കുഷ് എന്ന നാടല്ലേ? കുഷ് എന്ന നാടിനെ, അങ്ങനെയല്ല എഴുതിയേ? ഒന്ന് വായിച്ച് ആരെങ്കിലും ഒന്നുകൂടെ പറഞ്ഞ്. അത് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. അതെ, കുഷ് എന്ന വാക്കിന്റെ അർത്ഥം കരിഞ്ഞ മുഖം എന്നാണ് അർത്ഥം. എന്തൊരു കാര്യങ്ങളാണെന്ന് അതിലൊക്കെ അടക്കം ചെയ്തേനെ. കുഷ് എന്ന വാക്കിന്റെ അർത്ഥം കരിഞ്ഞ മുഖം, കരിഞ്ഞത്. ഈ വിലാപങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമല്ലേ നമ്മുടെ? വിലാപങ്ങൾ 4:8 എന്ന് വായിച്ചു. വിലാപങ്ങൾ 4:8. വിലാപങ്ങളുടെ പുസ്തകം മാത്രം പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. ജെറമിയയുടെ പുസ്തകത്തിന് തൊട്ടടുത്ത് കാണുന്ന പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. നല്ലൊരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. മൊത്തം പഠിക്കേണ്ടതാണ്. നല്ല ആശയങ്ങളാണ്. അതിന്റെ 4:8 വാക്യം മാത്രം വായിച്ചു. ഇതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം അവിടെ കിടക്കുന്നുണ്ട്. 4:8 വാക്യം. ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കാത്തിരിക്കുന്നു, തെരുവിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തന്നെ ബാബേൽ പ്രവാസന പശ്ചാത്തലേ എല്ലാവരും പിടിച്ചു കൊണ്ടുപോയി, ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു, തെരുവീതിയിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഗിഹോൺ, കൃപയുടെ താഴ്വര, ആ നദി അല്ലെങ്കിൽ ആ ബ്രാഞ്ച്, ആ നദിയുടെ ആ ശാഖ, ആദ്യം പീഷോണല്ലോ, പിന്നെ ഗിഹോൺ, കൃപയുടെ താഴ്വര. ഒഴുകുന്ന എങ്ങടാ? ദൈവത്തിന്റെ കൃപ എങ്ങോട്ട് ഒഴുകുന്നേ? കരിഞ്ഞ മുഖം, തളർന്ന് തകർന്ന് കരിഞ്ഞിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒഴുകാണ്. എന്തിനാണ്? ഒരു കരിഞ്ഞ മുഖം മാറ്റി പ്രസന്നമാകാൻ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെങ്ങനെയായിരുന്നു? മ്ലാനവദനരായിരുന്നു. ഒരു തരത്തിൽ കരിഞ്ഞ മുഖം തന്നെയായിരുന്നു. ദൈവം യേശുക്രിസ്തു അവരുടെ കൂടെ നടന്ന് അവരോട് സംസാരിച്ചപ്പോഴോ ഹൃദയം ജ്വലിച്ചു, പുതിയ മനുഷ്യനായിട്ട് മാറി അല്ലേ? ഉണർവോടുകൂടി അവർ തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ദൈവത്തിന്റെ കൃപയുടെ നദി ഒഴുകുന്നത് കരിഞ്ഞിരിക്കുന്ന അല്ലെ, വാടിയിരിക്കുന്ന, തളർന്നിരിക്കുന്ന. എന്താ ഈ കരിയാനും തളരാനും വാടാനും കാരണം? പാപ ഇതൊക്കെ ചെയ്യിക്കുന്നത്. ജീവിതത്തിന്റെ വലിയ വലിയ തകർച്ചകളൊക്കെ ഇങ്ങനെയാക്കും. പക്ഷെ പർദീസായിൽ നിന്ന് പുറപ്പെടുന്ന നദി, ആ നദിക്ക് മാത്രമേ കരിഞ്ഞതിനെ ഉണർവുള്ളതാക്കി മാറ്റാൻ, ജീവസുറ്റതാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവാകുന്ന നദിക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും നല്ല ആശയങ്ങൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ഉള്ളിൽ അന്തർലീനമാണ്. എന്നിട്ടാണ് പറയുന്നത് ഇതിലൊരു കഥയില്ല എന്ന് പറയുന്നത്. പാല് അല്ലെ, സമീകൃത ആഹാരമാണ് പാല്. പാലിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കും? പാലിൽ നമുക്ക് തൈര് ഉണ്ടാക്കാം, പാലിൽ നമുക്ക് വെണ്ണ ഉണ്ടാക്കാം, പാലിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം അല്ലേ? ഇതെല്ലാം പാലിതാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കണ്ട വെളുത്തേറുള്ള പാല്. ഇതിലെല്ലാം ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അതിൽ അന്തർലീനമാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയാ? ക്രൂഡ് ഓയിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കുന്നു, ഡീസൽ ഉണ്ടാക്കുന്നു, മണ്ണെണ്ണ ഉണ്ടാക്കുന്നു. ഇനി അതെല്ലാം പോട്ടെ, അവസാനം അതിൽ നിന്ന് പോളിസ്റ്ററിന്റെ വസ്ത്രം പോലും ഉണ്ടാക്കും. ടാറ്, ഇതെല്ലാം ക്രൂഡ് ഓയിലിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന എന്റെ അറിവ് കേട്ടോ. അപ്പോ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കാണുമ്പോ ക്രൂഡ് ഓയിൽ, പക്ഷെ അതിൽ എന്തുമാത്രം കാര്യങ്ങളാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു തെങ്ങ്, ഞാൻ കാറ് റോഡ് സൈഡിൽ ഇട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുകയാണ്. ആ തെങ്ങിനെ നോക്കി ഞാൻ ചിന്തിക്കും, ഈ തെങ്ങിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്? നമ്മുടെ കരിക്ക് കിട്ടുന്നുണ്ട്, നാളികേരം കിട്ടുന്നുണ്ട്, അതിന്റെ ചകിരി കയറാക്കി മാറ്റുന്നുണ്ട്, അതിന്റെ ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ഓല കൊണ്ട് പണ്ട് കാലത്ത് പിന്നെ വീട് മേയാൻ ഉപയോഗിക്കുന്നു, അതിന്റെ ഈർക്കിളി കൊണ്ട് ചൂലുണ്ടാക്കുന്നു, അതിന്റെ തടി കൊണ്ട് വീടിന്റെ കട്ടില മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി കുബുദ്ധിയുള്ള ആളുകൾ അത് ചെത്തി കള്ളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുമാത്രം കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഈ പറയുന്ന സസ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഫലമൂലാദികളിൽ നിന്നും ഇതൊക്കെ വേർതിരിക്കാൻ അറിയാം. ഈ പുസ്തകല്ലേ ദൈവത്തിന്റെ വചന പുസ്തകം. ഈ വചന പുസ്തകത്തിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളായിരിക്കും അന്തർലീനമായിരിക്കുന്നത്. നമ്മൾ ഈ പുസ്തകം നിർത്തിവെച്ച്, കർത്താവ് എന്റെ ഉൾക്കണ്ണ് തുറക്കണമേ, ഈ പർദീസായുടെ അനുഭവത്തിലൂടെ എന്നെ കൊണ്ടുപോകണം, ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. നമ്മളങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ എളിമപ്പെടുമ്പോൾ എന്തോരം കാര്യങ്ങളാണ് നമുക്ക് ദൈവം മനസ്സിലാക്കി തരാം.
എത്രയും നമ്മളുടെ ഈ ചെറിയ ജീവിതത്തിൽ ഇത് വായിച്ചും പഠിച്ചും തീരാൻ പറ്റും അത്രയധികം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ദൈവം കുത്തി നിറച്ചു വെച്ചിരിക്കുക. ഈ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് എന്നൊരു അവസ്ഥയില് പൂരിതാവസ്ഥ എന്നൊക്കെ പറയും. ഈ എഫേസ്യ ലേഖനത്തിലൊക്കെ അങ്ങനെ വാക്കുണ്ട്. നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകുവിൻ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തു, ആ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടു, നന്നായിട്ട് ഇളക്കി നോക്കിയാൽ പഞ്ചസാര അവിടെ പോയി കാണാനില്ലല്ലോ. നമ്മൾ പറയും വെള്ളത്തിൽ ലയിച്ചു. സത്യമാണ്, ആ വെള്ളത്തിന്റെ കണികകളുടെ ഉള്ളിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് പഞ്ചസാര തരികൾ ചേർന്ന് പോയി. ഇനി നമ്മൾ പഞ്ചസാര ഒരു ടീസ്പൂൺ കൂടി ഇട്ട് ഇളക്കി നോക്കി പഞ്ചസാര കാണാണ്ടാവും. പഞ്ചസാര അവിടെ പോയി വീണ്ടും ആ കണികകളുടെ ഉള്ളിലേക്ക്, ആ ഗ്യാപ്പിലേക്ക് അതെല്ലാം ഫില്ല് ചെയ്തു. വീണ്ടും പഞ്ചസാര 1-2 ടീസ്പൂൺ ഇട്ട് ഇളക്കി നോക്കിയാൽ എത്ര ഇളക്കിയാലും പിന്നെ ഇതിൽ ലയിക്കാത്ത അവസ്ഥയാവും. അതിനാണ് സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആയി. ഇനി ലയിക്കില്ല, പൂരിതാവസ്ഥയായി. അതുപോലെ ആത്മാവിനാൽ പൂരിതരാകൂ എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ദൈവം ആത്മാവിനാൽ നിറയാനാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം കൊണ്ട് ഇത്തരത്തിലൊരു സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ആളുകൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് താല്പര്യം രോഗശാന്തിയും കടബാധ്യത മാറലും IELTS-ഉം OET-യും ഇതൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് അവരുടെ ഉള്ളിൽ വേണ്ടും വിധം ഫലമണിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങി പഠിക്കാനും ചിന്തിക്കാനൊക്കെ ശ്രമിച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ, നമ്മുടെ സമയം പോകണം. മൂന്നാമത്തെ നദിയുടെ വായിച്ചോളൂ. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു. അപ്പൊ ടൈഗ്രീസ് എന്ന് മറ്റൊരു പദം സത്യവേദ പുസ്തകത്തിൽ പറയുന്ന, സത്യവേദ പുസ്തകത്തിൽ ആ വാക്ക് ഹിദ്ദേക്കൽ എന്ന വാക്കാണ്. ഹിദ്ദേക്കൽ, നേർത്ത ശബ്ദം എന്നാണ് വാക്കിന്റെ അർത്ഥം. നേർത്ത ശബ്ദം. റോമാലേഖനം 8:26 എന്നിടത്ത് റോമാലേഖനം 8:26 അതിന്റെ ആന്തരികമായ അർത്ഥം പറയുന്നുണ്ട്. നേർത്ത ശബ്ദത്തിന് ഹിദ്ദേക്കൽ, നേർത്ത ശബ്ദം. റോമാലേഖനം 8:26 കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കാണ്. പലരും തെറ്റിപ്പടിച്ചു വെച്ച വാക്കാണ്. വായിച്ചോളൂ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അതെ, ഇവിടെ ഒരു തെറ്റ് ആളുകൾ മനസ്സിലാക്കി വെക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു പറയുമ്പോൾ ആളുകൾ ഈ വാക്യത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു എന്നാണ്. തെറ്റാണ്, അത് തെറ്റായ ഉപദേശമാണ്. അങ്ങനെയല്ല. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന തെറ്റിപ്പിടിക്കും. മധ്യസ്ഥൻ ആര് മാത്രമാണ്? യേശുക്രിസ്തു മാത്രമാണ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഹെബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം, ഹെബ്രായ ലേഖനം 7-ന്റെ 25-ാം വാക്യം, 334 പേജ് നമ്പർ 334. ഹെബ്രായ ലേഖനം 7-ന്റെ 25-ാം വാക്യം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു പിതാവിന്റെ വലതുവശത്തിരുന്ന് രക്ഷയുടെ അനുഭവത്തിൽ വന്നവർക്ക് വേണ്ടി തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. യേശുക്രിസ്തു മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ റോമാലേഖനം 8:26 അവാച്യമായ നെടുവീർപ്പുകൾ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്യം മനസ്സിലാക്കേണ്ടത്, മാനസാന്തരപ്പെട്ട ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരുന്ന് വേണ്ടുവിധം പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, ചിലർ ചോദിക്കുന്നത് ഹെലികോപ്റ്ററൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് എന്താണ് ദൈവത്തോട് ചോദിക്കേണ്ടതെന്ന് നമ്മളെ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനെയാണ് പറയുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയല്ല. വേണ്ടുവിധം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കി തരാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ്. അത് ക്രമേണ ദൈവത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥന രീതികൾ മാറി 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 വരും. ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന
അതിനെയാണ് അവിടെ മധ്യസ്ഥ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലിരുന്ന് പിതാവിന്റെ പക്കലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം, പരിശുദ്ധാത്മാവ് എന്ന് ഇറങ്ങി വന്ന് സഭ രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തികളുടെ പുസ്തകം 2 എന്ന് വരെയുണ്ട്. അവൻ നമ്മോട് കൂടെ നമ്മളെ ഒരുക്കി ദൈവത്തിന്റെ മണവാട്ടിയാക്കി ക്രിസ്തു 2ാമത് വാനമേഘത്തിൽ വരുമ്പോൾ നമ്മളെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2 മുതൽ യേശുവിന്റെ സെക്കൻഡ് കമ്മിങ് വരെ നമ്മൾ ഒരുക്കാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ പോയി പിതാവിന്റെ അടുത്ത് പോയി ഒന്നും പറയുന്നില്ല. ആ പറയുന്ന ദൗത്യം ആർക്കാണ്? യേശു ക്രിസ്തുവിനാണുള്ളത്. അപ്പോ ഹിദ്ദേക്കൽ നേർത്ത ശബ്ദം, അവന്റെ നേർത്ത ശബ്ദം നമ്മുടെ ഉള്ളിൽ നമുക്ക് കേൾക്കാൻ പറ്റും. നിമന്ത്രണങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾ. ഹിദ്ദേക്കൽ അവിടെ എന്ന് പറഞ്ഞാൽ ആ 3ാമത്തെ കൈവഴി, അത് സൂചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണം. അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ചില വ്യാഖ്യാന പുസ്തകങ്ങളിലൊക്കെ അതിന് ഉഗ്രശബ്ദം എന്ന് എഴുതിയിട്ടുണ്ട്. ഹിദ്ദേക്കലിന് ഉഗ്രശബ്ദം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ആക്യുറേറ്റ് നേർത്ത ശബ്ദം എന്ന അർത്ഥമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെങ്കിലും ഉഗ്രശബ്ദം എന്ന് കേട്ടാൽ നന്ദ ബ്രദർ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിക്കരുത്. അങ്ങനെയും ഒരു അർത്ഥം ബൈബിൾ പണ്ഡിതന്മാര് പറയാറുണ്ട് എന്നും അറിഞ്ഞിരിക്കുക. പക്ഷെ ഏറ്റവും ആക്യുറേറ്റ് നേർത്ത ശബ്ദം എന്നുള്ളതാണ് അവിടെ ചേരുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് അടുത്ത നദിയുടെ കാര്യം വായിച്ചോളൂ. അടുത്ത നദി 4ാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഞാൻ കേട്ടില്ല, അതിന്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു, അപ്പൊ കട്ടായി. ഒന്നുകൂടെ വായിക്കണേ. 4ാമത്തെ നദി യൂഫ്രട്ടീസ്. പിന്നെ 15ാമത്തെ വാക്യം, ഏദേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അതെ. അപ്പോ യൂഫ്രട്ടീസ് ഫലപുഷ്ടിയുള്ളത് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഫലപുഷ്ടിയുള്ളത്. യൂഫ്രട്ടീസ് എന്ന വാക്കിന്റെ അർത്ഥം ഫലപുഷ്ടിയുള്ളത്. യൂഫ്രട്ടീസ് എന്ന വാക്കിന്റെ അർത്ഥം ഫലപുഷ്ടിയുള്ളത്. സത്യവേദ പുസ്തകത്തിൽ അതിനെ ഫ്രാത്ത് എന്ന നദിയാണ്. ഫ്രാത്ത്. യൂഫ്രട്ടീസിനെ ഫ്രാത്ത് എന്നും പറയും. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് ഇടയ്ക്കുള്ള സ്ഥലത്തെയാണ് ഈ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. നദികൾക്കിടയിലുള്ള സ്ഥലം എന്ന് പറയാറില്ലേ, ആ സ്ഥലമാണ് ഈ ഫ്രാത്ത്. ഫ്രൂട്ട്ഫുൾ, ഫലപുഷ്ടിയുള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ 4ാമത്തെ ആ കൈവഴി, അല്ലെങ്കിൽ ആ പർദീസ എന്ന് പുറപ്പെട്ട നദി, ഏദനിൽ നിന്ന് പുറപ്പെട്ട നദി പർദീസയിലേക്ക് ഒഴുകാണ്. ഏദനിൽ നിന്ന് പുറപ്പെട്ട് പർദീസയിലേക്ക് ഒഴുകാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ഫലപുഷ്ടിയുള്ളതാക്കാൻ. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്കറിയാവുന്നതാണത്. ഗലേഷ്യൻസ് 5:22 മുതലുള്ള വാക്യങ്ങളിലാണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങൾ. അപ്പോ ഒരു 2 പർദീസയാണ് ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്തത്. ശരിക്കും ഒന്ന് ഈ പഴയ നിയമത്തിൽ കാണുന്ന, ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന 2ാമത്തെ അധ്യായത്തിലെ ആ പർദീസ, ആ പാരഡൈസ്, അതിലൂടെ അത് ഉണ്ടാക്കാനിട വന്ന സാഹചര്യം കണ്ടു. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ആ പർദീസ ഉണ്ടാക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തു എല്ലാം പൂർത്തിയായതിനു ശേഷം സഭ രൂപപ്പെടുത്തുന്നു. അതിന്റെ സവിശേഷതകൾ പറഞ്ഞു. ആ പർദീസായിലൂടെ ഒഴുകുന്ന നദിയുടെ സവിശേഷതകൾ പറഞ്ഞു. അതിന്റെ പുതിയ നിയമത്തിൽ അർത്ഥതലങ്ങൾ പറഞ്ഞു. ഈ പുസ്തകത്തെയാണ്, ഇത്രയും ആഴത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകത്തെയാണ് വേണ്ട, ഇതിൽ കഥയില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 2 പർദീസ ഞാൻ സൂചിപ്പിച്ചു. അത് ഇപ്പൊ ഇത്രയും മനസ്സിലിരിക്കട്ടെ. നിങ്ങൾക്ക് അത് വേണ്ടവിധം ഗ്രഹിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരു കാര്യം കൂടെ, ഉൽപ്പത്തിയുടെ പുസ്തകം 2:15 തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനോടെയാക്കി. പർദീസായിൽ ദൈവം മനുഷ്യനാക്കി വെച്ചതിനാണ്? തോട്ടം കൃഷി ചെയ്യണം, സംരക്ഷിക്കണം. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ മനുഷ്യന്റെ 2 ചുമതലകളാണ്. പർദീസ സംരക്ഷിക്കണം, കൃഷി ചെയ്യണം. 2 ചുമതലകൾ. അതിന്റെ കുറച്ചും കൂടി വിശദാംശങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഇരിക്കട്ടെ. സമയം തീർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി വിശദമാക്കാം. ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ലവനായ ദൈവമേ, ഈ രാത്രി അല്പസമയം ദൈവത്തിന്റെ തിരുവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുവാനും വേദപുസ്തകത്തിലെ പർദീസകളെ പരിശോധിക്കുവാനും അവിടെ നൽകിയ നല്ല സമയത്തിന് സാഹചര്യത്തിന് നന്ദി പറയുന്നു. കേട്ട വചനങ്ങളൊന്നും പാഴായി പോകാതെ ഞങ്ങളുടെ ഹൃദയനിരത്തിൽ ആഴത്തിൽ പതിയുവാനും, അങ്ങനെ ഞങ്ങൾക്കൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനും ഒരു പർദീസയുടെ അനുഭവത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.